ഹായ്, എല്ലാവർക്കും സെയിൻസ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഒരു ലിവർ ഫ്രൈ തയ്യാറാക്കാം. 15 മിനിറ്റ് മതിയാവും. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ചുവട് കട്ടിയുള്ള പാത്രം അടുപ്പിൽ വെച്ചു. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണയിൽ ചെയ്തെടുക്കുന്നതിന് നല്ല രുചിയും മണവും കിട്ടും. അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില, ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതുകൂടിയിട്ട് നമുക്കൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള അരിഞ്ഞു വെച്ചതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. വളരെ നൈസായിട്ടാണ് ഞാൻ അരിഞ്ഞു കൊടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും. അതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കീറിയിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തതാണ്. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായി അങ്ങ് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാള ഇവിടെ ഏകദേശം ഒന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ലിവർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 400 ഗ്രാം മട്ടൺ ലിവറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനെ നമുക്ക് ഒരു 3-4 മിനിറ്റ് വരെ ഇങ്ങനെയൊന്ന് ഇളക്കി കൊടുക്കാം. മട്ടൺ കഴുകിയെടുക്കുമ്പോൾ ഞാനതിൽ ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് ആണ് കഴുകിയെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്മെല്ലെല്ലാം മാറി കിട്ടും. ലിവർ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരല്പം വലിപ്പമുള്ള കഷ്ണമായിട്ട് കട്ട് ചെയ്യണം. ചെറിയ കഷ്ണങ്ങളാണെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടിയായി പോകും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത് ഇത്രയും കൂടി ചേർത്ത് നമുക്ക് നന്നായി അങ്ങ് വഴറ്റിയെടുക്കാം. ഈ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ തന്നെ നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പൊടികൾ ചേർക്കുന്ന സമയത്ത് തീ കുറച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അത് ഓർത്തിട്ട് വേണം ബാക്കിയുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാൻ. ഉപ്പ് എല്ലായിടും പിടിക്കത്തക്ക രീതിയിൽ നമുക്ക് നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1/4 ഗ്ലാസ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. തണുത്ത വെള്ളമല്ല, ചൂടുവെള്ളം തന്നെ ചേർക്കണം. ഇത് ചേർത്ത് നമുക്ക് നന്നായിട്ട് തന്നെ അങ്ങ് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ എല്ലായിടവും നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് ഒന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതിൽ തുറന്നിട്ട് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാല ചേർത്തതിന് ശേഷം നന്നായി അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് മൂടി വയ്ക്കാം. മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ നമുക്കൊരു 15 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. ഇതിപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, 1/4 ടീസ്പൂൺ ഗരം മസാലയും, ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് ഇതിന് നല്ല മണം കൊടുക്കും, നല്ല ടേസ്റ്റുമാണ്. ഇതും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ അടച്ചു വെച്ച് 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. 2 മിനിറ്റിന് ശേഷം തുറന്നു നോക്കി. വെള്ളം നന്നായി വറ്റിയിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളമില്ല. അരപ്പെല്ലാം ഇതിൽ പുരണ്ടിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു പാകം. ഇനി നമുക്കിതിനെ സെർവ് ചെയ്യാം. മട്ടൺ ലിവർ ഇങ്ങനെ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ പറ്റിയ ഒരു ഐറ്റമാണ്. ഇൻഗ്രീഡിയൻസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. സംശയമുള്ളവർ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഫീഡ്ബാക്കുകൾ അറിയിക്കാൻ മറക്കരുത്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.